എല്ലാ കുട്ടികൾക്കും 6ാം ക്ലാസ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ മിഡീവൽ ഇന്ത്യ ദ സെൻറ്റർ ഓഫ് പവേഴ്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് 6ാം ക്ലാസ്സിലെ ആദ്യത്തെ ക്ലാസ് ആണല്ലോ ഇത്. 6ാം ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പുതിയൊരു അധ്യയന വർഷത്തിലെ ആദ്യത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി തുടർന്നും നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കുക ക്ലാസ്സുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. മിഡീവൽ ഇന്ത്യ ദ സെൻറ്റർ ഓഫ് പവേഴ്സ് എന്ന് പറയുന്ന സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്റർ നമുക്കിന്ന് നോക്കാം. ഓക്കെ, എന്താണ് മിഡീവൽ ഇന്ത്യ എന്ന് നോക്കാം. മിഡീവൽ ഇന്ത്യ അല്ലെങ്കിൽ മിഡീവൽ പീരീഡ് എന്താണെന്ന് നോക്കാം. മധ്യകാലഘട്ടം അല്ലെങ്കിൽ മിഡീവൽ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. The period between 8th century and 18th century is generally known as the medieval period in Indian history. ഇന്ത്യൻ ചരിത്രപ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ മിഡീവൽ പീരീഡ് എന്ന് വിളിക്കുന്നത്, മധ്യകാലഘട്ടം എന്ന് വിളിക്കുന്നത്. പൊതുവേ മധ്യകാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്രാജ്യങ്ങൾ രൂപീകരിക്കപ്പെട്ട് രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ ഭരണമൊക്കെ തുടങ്ങി ഒരു സ്ഥിരതയിലേക്ക് എത്തിച്ചേർന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങളുള്ള സ്ഥലങ്ങളെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രദേശങ്ങളൊക്കെ ഉണ്ടായി വന്ന രാജാവും രാജഭരണവും രാജ്യങ്ങളും മഹത്തരമായ രാജ്യങ്ങളൊക്കെ ഉണ്ടായി വന്ന ആ ഒരു കാലഘട്ടത്തെയാണ് മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ മധ്യകാലഘട്ടവും ഇന്ത്യയുടെ മധ്യകാലഘട്ടവും കേരളത്തിലെ മധ്യകാലഘട്ടമൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർഷങ്ങളിൽ നൂറ്റാണ്ടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമൊക്കെ പെട്ടിരിക്കാം. ഇന്ത്യയിൽ വലിയ വലിയ രാജ്യങ്ങളും വലിയ വലിയ സമ്പദ് വ്യവസ്ഥകളും വലിയ വലിയ രാജാക്കന്മാരും ഒക്കെ ഉണ്ടായി വന്നത് 8ാം നൂറ്റാണ്ടിനും 18ാം നൂറ്റാണ്ടിനും ഇടയിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇന്ത്യയിലെ മധ്യകാലഘട്ടം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി പ്രകാരം എപ്പോഴാണ് മധ്യകാലഘട്ടം? 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയാണ്. വലിയ വലിയ രാജ്യങ്ങളും രാജ്യ തലസ്ഥാനങ്ങളും രാജാക്കന്മാരും ഒക്കെ ഉണ്ടായി വന്ന കാലഘട്ടമാണ് 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം. ലോകത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയാണ് വേൾഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ മധ്യകാലഘട്ടം വരുന്നത്. എന്നാൽ ഇന്ത്യയിൽ 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്, എന്താണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഹിസ്റ്ററി പ്രകാരം മിഡീവൽ പീരീഡ് എപ്പോഴാണ്? 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മിഡീവൽ പീരീഡ്. അപ്പോൾ ആ മിഡീവൽ പീരീഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ടാകാം എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും മിഡീവൽ പീരീഡ് ഇന്ത്യയിൽ ഉണ്ടാവാമെന്ന് പറയുന്നതിന് ഒരു തുടക്കമായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു പ്രവർത്തനത്തിലേക്ക് കിടക്കാം. ഒന്നാമത് നിങ്ങൾ ചെയ്തു തരേണ്ട ഒരു ജോലി, ഈ മാപ്പ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഇതൊരു പഴയ ഇന്ത്യയുടെ മാപ്പാണ്. ഈ മാപ്പ് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട്, അപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്ക് മാപ്പ് കാണാം. ഡൽഹി ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ മാപ്പ് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാവുന്നു, എന്തൊക്കെ നിങ്ങൾ ആ മാപ്പിൽ കാണുന്നു എന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുന്ന ഇത്രേ ഉള്ളൂ. ഡൽഹി എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഫീച്ചേഴ്സ്, ഡൽഹിയുടെ ഫീച്ചേഴ്സാണ് നമ്മളിവിടെ നോക്കുന്നത്. ഡൽഹിയുടെ ഫീച്ചേഴ്സ്. ഡൽഹി എന്ന് പറയുന്ന പ്രദേശം അറിയാമല്ലോ, ഇവിടെയാണ് ഡൽഹി വരുന്നത്. ഡൽഹി എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതാണ് ഈ മാപ്പ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡൽഹി നമുക്കറിയാമല്ലോ, ന്യൂഡൽഹി നമ്മുടെ ഇന്നത്തെ രാജ്യ തലസ്ഥാനമാണ് ന്യൂഡൽഹി. ആ ന്യൂഡൽഹിയുടെ പ്രത്യേകത, പഴയകാല ഡൽഹി അത് തന്നെയാണ് ഇപ്പോൾ ന്യൂഡൽഹി എന്നറിയപ്പെടുന്നത്. ആ ഡൽഹിയുടെ പ്രത്യേകതയാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഡൽഹി തലസ്ഥാനമായി മാറിയത്, ക്യാപിറ്റലായി മാറിയത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ചിന്തയോ സംശയമോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് മാറും. എന്തുകൊണ്ട് ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായി മാറി? ഇന്ന് ഇന്ത്യയുടെ തലസ്ഥാനമായി മാറി ഡൽഹി മാറിയത് എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഡൽഹിയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഇത്രേ ഉള്ളൂ, നോക്കിക്കോളൂ. ആ മാപ്പ് നോക്കുമ്പോൾ മനസ്സിലാവും. ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിനിലാണ്. സിന്ധു നദിയും ഗംഗാ നദിയും കൂടെ ചേർന്ന് നിർമ്മിച്ച ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിനിൽ ഒരു സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ഡൽഹിയുടെ ഈ വശത്തായിട്ട് ആരവല്ലി മൗണ്ടൻ റേഞ്ചസും ഡൽഹിയിലൂടെ തന്നെ എന്ത് ഒഴുകുന്നുണ്ട്? യമുന നദി ഒഴുകുന്നുണ്ട്. അപ്പോൾ ആരവല്ലി മലനിരകളുടെയും യമുന നദിയുടെയും സാന്നിധ്യം ഡൽഹിയിലുണ്ടെന്ന് നമുക്ക് ഈ മാപ്പിൽ നിന്ന് മനസ്സിലായത്. നിങ്ങളതിനെ മനസ്സിലാക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള മാപ്പാണ്. അപ്പോൾ ഈ മാപ്പ് നോക്കി നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? ഡൽഹിയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കണമെന്നാണ്. അപ്പോൾ ആരവല്ലി മലനിരകളും യമുന നദിയും ഡൽഹിയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ആരവല്ലി മലനിരകൾ യമുന നദിയും കൂടെ ഡൽഹിക്ക് എന്ത് കാര്യം എന്ന് നമുക്ക് നോക്കാം. ഡൽഹിയിൽ എന്താണ് ഈ ആരവല്ലി മലനിരകൾ യമുന നദി ഉള്ളതുകൊണ്ട് ഗുണം എന്ന് നോക്കാം. ദ ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ഹെൽപ്പ് ഡൽഹി ടു റെസിസ്റ്റ് ദ ഇൻവേഷൻ ഓഫ് എനിമീസ്. എന്താണ്? ഈ ഡൽഹിയിലേക്ക് കടന്നു വരുന്ന ശത്രുക്കളെ തടയാൻ
നമ്മുടെ ഈ വലിയ ആരവല്ലി മലനിരകൾ ഡൽഹിയെ സഹായിക്കും. ശത്രുക്കൾക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഡൽഹിയിലേക്ക്, നമ്മുടെ ഡൽഹിയിലേക്ക് കടന്നു വരാൻ പറ്റില്ല. കാരണം അവിടെ എന്തുണ്ട്, ആരവല്ലി മലനിരകൾ ഉള്ളതുകൊണ്ട്. The massive rocks of these mountain range supplied the stones for the construction of forts and building. ഈ ഡൽഹിയിലെ ആരവല്ലി മലനിരകളിലുള്ള, അല്ലെങ്കിൽ ഡൽഹിയെ കവർ ചെയ്ത് ഡൽഹിയെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്ന ഈ ആരവല്ലി മലനിരകളിലുള്ള പാറകൾ ഉപയോഗിച്ചുകൊണ്ട്, കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ വലിയ ഫോർട്ട്, കോട്ടകളും കെട്ടിടങ്ങളും നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളെ ആക്രമിക്കാൻ പുറത്തുനിന്ന് ആർക്കും വരാൻ പറ്റില്ല. കാരണം ആരവല്ലി മലനിരകൾ താണ്ടി വേണം വരാൻ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ആരവല്ലി മലനിരകളിലുള്ള കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡൽഹിയിൽ നമുക്ക് കോട്ടകൾ കെട്ടാം, വീടുകൾ കെട്ടാം, കൊട്ടാരം കെട്ടാം, ക്ഷേത്രങ്ങൾ കെട്ടാം, എന്തുവേണോ കെട്ടാം. ഇഷ്ടംപോലെ കല്ലും ഈ ആരവല്ലി മലനിരകൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി യമുന നദി. ദ റിവർ യമുന ഫെസിലിറ്റേറ്റഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അഷ്വേർഡ് ഇനഫ് വാട്ടർ സപ്ലൈ ഫോർ ഡൽഹി. ഈ റിവർ യമുന നദി ഉള്ളതുകൊണ്ട് തന്നെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ പറ്റും. നമുക്കറിയാമല്ലോ, ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത രീതിയാണ് ജലഗതാഗതം, അഥവാ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ വേണ്ടിയിട്ട് യമുന നദി സഹായിക്കും. ഡൽഹിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരിടത്ത് മറ്റൊരിടത്തോട്ട് പോകണമെങ്കിൽ യമുന നദി കയറിയിട്ട് വെള്ളം എടുത്തങ്ങ് പോയാൽ മതി. വാട്ടർ ട്രാൻസ്പോർട്ടേഷന് യമുന നദി സഹായിക്കും. അതുപോലെ തന്നെ ഡൽഹിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ആവശ്യത്തിന് വെള്ളവും യമുന നദിയിൽ നിന്ന് കിട്ടും. ഇതാണ് ആരവല്ലി മലനിരകളും യമുന നദിയും ഒഴുകുന്നത് കൊണ്ട് ഡൽഹിക്കുള്ള ഗുണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഒരു ചോദ്യമാണ് ഇവിടെ പറയുന്നത്, വാട്ട് വെർ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദ റൂളേഴ്സ് ടു ഓപ്റ്റ് ഡൽഹി ആസ് ദ സെൻറ്റർ ഓഫ് ദ പവർ. നമ്മൾ ആദ്യം ചോദിച്ചൊരു ചോദ്യമില്ലേ, എന്തുകൊണ്ടായിരിക്കും ഡൽഹി തലസ്ഥാനമായി മാറിയത്? എന്തുകൊണ്ടായിരിക്കും ഡൽഹിയെ സെൻറ്റർ ഓഫ് പവർ ആക്കിയത്? അവരുടെ അധികാര കേന്ദ്രം, അതാണല്ലോ ക്യാപിറ്റൽ. ഡൽഹി എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ അധികാര കേന്ദ്രമാക്കിയത്? അല്ലെങ്കിൽ ആദ്യത്തെ രാജാക്കന്മാരായിക്കോട്ടെ, ഇന്നത്തെ ഇന്ത്യയിലായിക്കോട്ടെ, ഡൽഹി എന്തുകൊണ്ടായിരിക്കും അധികാര കേന്ദ്രമായത്, സെൻറ്റർ ഓഫ് പവർ ആയത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആയിട്ട് മാറിയത്? അതിനുള്ള കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞത് എന്താണ്? ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ്. നമുക്ക് എഴുതാം, ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ് റെസിസ്റ്റ് ഇൻവേഷൻ ഓഫ് എനിമീസ്. എന്താണ്? ശത്രുക്കളെ ഡൽഹിയിലോട്ട് കടന്നു വരുന്നതിനെ ആരവല്ലി മലനിരകൾ തടഞ്ഞു. 2, റിവർ യമുന, യമുന നദി ഫെസിലിറ്റേറ്റഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, ജലഗതാഗതത്തെ യമുന നദി സഹായിച്ചു. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സപ്ലൈഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷന് സഹായിച്ചു, ആവശ്യത്തിന് വെള്ളം കൊടുക്കുകയും ചെയ്തു ഡൽഹിയിലുള്ളവർക്ക്. മൂന്നാമത്തെ കാര്യം എന്താണ്? നമ്മുടെ ആരവല്ലി മലനിരകളുടെ രണ്ടാമത്തെ പ്രത്യേകത, rocks of mountain were used to build fort and buildings. ആരവല്ലി മലനിരകളിലെ കല്ലുകൾ ഉപയോഗിച്ച്, പാറകൾ ഉപയോഗിച്ചുകൊണ്ട് ഫോർട്ടുകളും ബിൽഡിങ്ങുകളും നിർമ്മിക്കാനായിട്ടും സാധിച്ചു. ഇത്രയും സൗകര്യമുള്ളൊരു സ്ഥലമുള്ളപ്പോൾ ശത്രുക്കൾ കടന്നു വരാത്ത, ആവശ്യം പോലെ കെട്ടിടം നിർമ്മിക്കാൻ സാധനം കിട്ടുന്ന, ജലം ആവശ്യം പോലെയുള്ള സമതല പ്രദേശത്തിലൊരു സ്ഥലമാണ് ഡൽഹി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡൽഹിയെ എന്തായിട്ട് സ്വീകരിച്ചത്? അധികാര കേന്ദ്രമാക്കി മാറ്റാൻ, സെൻറ്റർ ഓഫ് പവർ ആക്കി മാറ്റാൻ രാജാക്കന്മാർ, അധികാരികൾ തീരുമാനിച്ചത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എന്തുകൊണ്ടാണ് അധികാരികൾ ഡൽഹിയെ അധികാര കേന്ദ്രമാക്കി മാറ്റാൻ, റൂളേഴ്സ് എന്തുകൊണ്ട് ഡൽഹിയെ അധികാര കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതിനുള്ള ഉത്തരമാണ്. ഇനി നിങ്ങളെല്ലാവരും ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഉത്തരം, ഈ ചോദ്യവും ഉത്തരവും നോട്ടിലോട്ടൊന്ന് എഴുതണം. ഓക്കെ, ഈ നോട്ടിനും അതുപോലെ തന്നെ ബാക്കി ക്ലാസ്സുകളുടെ വീഡിയോകൾക്കായിട്ട് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നന്നായിരിക്കും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ക്ലാസ്സുകളുടെ വീഡിയോയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു, എന്തുകൊണ്ട് ഡൽഹി സെൻറ്റർ ഓഫ് പവറായി മാറി. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എപ്പോഴായിരിക്കും ഡൽഹി ആദ്യമായിട്ട് സെൻറ്റർ ഓഫ് പവർ ആയത്? ഇന്ന് നമുക്കറിയാം ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡൽഹിയാണ്. എന്നാൽ ആദ്യമായിട്ട് എപ്പോഴായിരിക്കും ഡൽഹി ക്യാപിറ്റലായി മാറിയെന്ന് നോക്കാം. ഡൽഹി ആസ് എ സീറ്റ് ഓഫ് പവർ, ഡൽഹി ഒരു അധികാര കേന്ദ്രമായി മാറിയപ്പോൾ നോക്കാം. ഇറ്റ് വാസ് അണ്ടർ ദ ടൊമാർ കിങ്സ് who were the Rajputs that Delhi first became a seat of power in the 8th century.
എപ്പോഴാണ് നമ്മൾ പറഞ്ഞ മധ്യകാലഘട്ടത്തിൻ്റെ തുടക്കം? നമ്മളിപ്പോൾ പറഞ്ഞു 8th സെഞ്ച്വറി മുതൽ 18th സെഞ്ച്വറി വരെയാണ് ഇന്ത്യയിലെ മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത്, മധ്യകാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു. ആ മധ്യകാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ 8ാം നൂറ്റാണ്ടിലാണ് ഡൽഹി എന്തായി മാറിയത്? സെൻറ്റർ ഓഫ് പവറായി മാറിയത്. ആരാണ് ഡൽഹിയെ സെൻറ്റർ ഓഫ് പവറാക്കി മാറ്റിയത്? നമ്മുടെ തൊമര രാജാക്കന്മാരാണ്. ടൊമാർ കിങ്സ് എന്ന് പറയും. തൊമാർ കിങ്സ് അല്ലെങ്കിൽ തൊമര രാജാക്കന്മാരാണ് ആദ്യമായിട്ട് ഡൽഹിയിൽ അധികാരം സ്ഥാപിച്ചത്. കാണാമല്ലോ, ഈ തൊമര രാജാക്കന്മാരുടെ ചിത്രമാണത്. അവരാണ് 8ാം നൂറ്റാണ്ടിൽ ഡൽഹിയെ ആദ്യമായിട്ട് ക്യാപിറ്റലാക്കി മാറ്റിയത്. അതിനു മുമ്പ് പല രാജാക്കന്മാരും ഉണ്ടായിരുന്നെങ്കിലും ഡൽഹി ക്യാപിറ്റലായിരുന്നില്ല. തൊമര രാജാക്കന്മാരാണ് ആദ്യമായിട്ട് ഡൽഹിയെ ക്യാപിറ്റലാക്കിക്കൊണ്ട് ഒരു ഭരണം തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഡൽഹി ക്യാപിറ്റലാക്കിയതാരാണ്? തൊമര രാജാക്കന്മാരാണ്. ഓക്കെ, രജപുത്ര വംശത്തിൽപ്പെട്ടവരാണ് അവർ. രാജ്പൂട്ട് വംശത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരാണ് ആദ്യമായിട്ട് ഡൽഹിയെ അധികാര കേന്ദ്രമാക്കി മാറ്റിയത് 8ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ഡൽഹിയെ വിളിക്കുന്ന പേരറിയാമോ? അപ്പോൾ ഡൽഹി എന്നല്ല വിളിക്കുന്നത്, ദില്ലിക എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഡൽഹി വിളിക്കുന്ന പേര് ദില്ലിക എന്നാണ്. ദില്ലിക എന്നാണ് ബാക്ക് ദെൻ. അന്ന് ഡൽഹി അറിയപ്പെടുന്ന പേര് ദില്ലിക എന്നാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? 8ാം നൂറ്റാണ്ടിലാണ് ഡൽഹി സെൻറ്റർ ഓഫ് പവറായി മാറിയത്. തൊമാർ കിങ്സ് ആണ് ഡൽഹിയെ സെൻറ്റർ ഓഫ് പവറാക്കി ആദ്യം മാറ്റിയത്. പണ്ട് 8ാം നൂറ്റാണ്ടിൽ തൊമാർ കിങ്സ് ആണ് ഡൽഹിയെ സെൻറ്റർ ഓഫ് പവറാക്കി മാറ്റിയത്. അന്ന് ഡൽഹി അറിയപ്പെട്ടിരുന്ന പേര് ദില്ലിക എന്നാണ്. ഓക്കെ, തൊമാർ കിങ്സ് മാത്രമാണോ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ചത്? ഇന്ന് വരെയുള്ള ആൾക്കാർ ഡൽഹി കേന്ദ്രമാക്കിയാണ് ഭരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങളൊന്നും അറിയട്ടെ. തൊമാർ കിങ്സിന് ശേഷം വന്നൊരു മറ്റൊരു രാജവംശമാണ് ചൗഹാൻ ഡൈനാസ്റ്റി. നമ്മുടെ ഫോളോയിങ് ദ തൊമാർ രാജാക്കന്മാരെ പിന്തുടർന്നുകൊണ്ട് ചൗഹാൻ വംശത്തിൽപ്പെട്ട രാജാക്കന്മാർ ഡൽഹിയിൽ അധികാരം പിടിച്ചെടുത്തു. റൂൾഡ് ഡൽഹി. പൃഥ്വിരാജ് ചൗഹാൻ വാസ് ദ ലാസ്റ്റ് കിങ് ഓഫ് ദ ചൗഹാൻ ഡൈനാസ്റ്റി. അതിലേറ്റവും പ്രഗത്ഭനും, അതായത് ചൗഹാൻ ഡൈനാസ്റ്റി, തൊമാർ രാജാക്കന്മാർ കുറേ കാലം ഭരിച്ചു. അതിനുശേഷം ചൗഹാൻ വംശത്തിലെ രാജാക്കന്മാർ എവിടെ ഭരണം തുടങ്ങി? ഡൽഹി കേന്ദ്രമാക്കി. ചിലപ്പോൾ തൊമാർ രാജാക്കന്മാരെയൊക്കെ തോപ്പിച്ചിട്ടായിരിക്കാം ചൗഹാൻ വംശത്തിലെ രാജാക്കന്മാർ ഭരണം തുടങ്ങിയത്. തൊമാർ രാജാക്കന്മാർ തോപ്പിച്ചതിന് ശേഷം ചൗഹാൻ വംശത്തിലെ രാജാക്കന്മാർ ഭരണം തുടങ്ങി. പൃഥ്വിരാജ് ചൗഹാൻ, ഈ പടത്തിൽ കാണുന്ന സുന്ദരനായ പൃഥ്വിരാജ് ചൗഹാനാണ് എവിടത്തെ നമ്മൾ ഡൽഹിയിലെ ചൗഹാൻ വംശത്തിലെ ഏറ്റവും അവസാനത്തെ രാജാവ്. പൃഥ്വിരാജ് ചൗഹാനാണ്. ആദ്യത്തെ രാജാവല്ല, ശക്തനായ രാജാവുമല്ല, ഏറ്റവും അവസാനത്തെ രാജാവ് ആരാണ്? ചൗഹാൻ വംശത്തിലെ ഏറ്റവും അവസാനത്തെ രാജാവ് പൃഥ്വിരാജ് ചൗഹാനാണ്. അപ്പോൾ ആരൊക്കെ ഭരിച്ചു ഡൽഹിയെ? തൊമാർ രാജാക്കന്മാർ ഭരിച്ചു. ചൗഹാൻ വംശത്തിലെ രാജാക്കന്മാർ ഭരിച്ചു. ചൗഹാൻ വംശത്തിലെ ഏറ്റവും ശക്തനായ രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ. ഓക്കെ, ആ പൃഥ്വിരാജ് ചൗഹാന് ശേഷം എന്ത് സംഭവിച്ചു നോക്കാം. പൃഥ്വിരാജ് ചൗഹാന് ശേഷം അവിടേക്ക് ഒരാൾ വന്നു. അയാളുടെ പേരാണ് മുഹമ്മദ് ഓഫ് ഗോർ എന്ന് പറയുന്ന വ്യക്തി. ഇൻ ദ പ്രസൻറ്റ് അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, ഗോർ എന്ന് പറയുന്ന അയാളുടെ സ്ഥലപ്പേരാണ്. അതായത് ഇന്ത്യയിൽ നമ്മുടെ ചൗഹാൻ രാജാക്കന്മാർ അഥവാ നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അഫ്ഗാനിസ്ഥാനിലെ ഗോർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നു. ഇദ്ദേഹത്തെ മുഹമ്മദ് ഗോറി എന്ന് വിളിക്കാറുണ്ട്. മുഹമ്മദ് ഗോറി, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മുഹമ്മദ് ഓഫ് ഗോർ എന്നാണ്. ഓക്കെ, അപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഒരു സ്ഥലത്ത് നിന്ന് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു രാജാവ് കുറേ സൈനികരെയും കൊണ്ട് എങ്ങോട്ടേക്ക് വന്നു? നമ്മുടെ ഡൽഹിയിലേക്ക് വന്നു. ഡൽഹിയിൽ അപ്പോൾ ആര് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്? നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൃഥ്വിരാജ് ചൗഹാൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുഹമ്മദ് ഓഫ് ഗോർ വരികയും പൃഥ്വിരാജ് ചൗഹാനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു. നമ്മൾ പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഓഫ് ഗോർ എന്ത് ചെയ്യുന്നു? യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി. പൃഥ്വിരാജ് ചൗഹാനയിൽ അത്രയ്ക്ക് വലിയ സൈന്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പൃഥ്വിരാജ് ചൗഹാൻ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. അപ്പോൾ പൃഥ്വിരാജ് ചൗഹാനെ തോപ്പിച്ചു. മുഹമ്മദ് ഓഫ് ഗോറാണ് തോപ്പിച്ചത്. അപ്പോൾ ഇനി ആരായിരിക്കും ഡൽഹിയിലെ രാജാവ്? സ്വാഭാവികമായിട്ടും മുഹമ്മദ് ഓഫ് ഗോർ ഡൽഹിയിലെ രാജാവായിട്ട് മാറി. നിങ്ങൾ കഥ മറന്നു പോകരുത്. ആദ്യമായിട്ട് തൊമാർ രാജാക്കന്മാരാണ് ഡൽഹിയിൽ അധികാരം സ്ഥാപിച്ചത്. 8ാം നൂറ്റാണ്ടിലാണ് തൊമാർ രാജാക്കന്മാർ ഡൽഹിയിൽ അധികാരം സ്ഥാപിച്ചത്. അതിനുശേഷം ചൗഹാൻ വംശത്തിലെ രാജാക്കന്മാർ ഡൽഹിയിൽ അധികാരം സ്ഥാപിച്ചു. ചൗഹാൻ വംശത്തിലെ ഏറ്റവും അവസാനത്തെ രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. കാരണം എന്തുകൊണ്ട് അയാൾ അവസാനത്തെ രാജാവായി? പൃഥ്വിരാജ് ചൗഹാൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുഹമ്മദ് ഓഫ് ഗോർ എന്ന് പറയുന്ന ഒരാൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന് പൃഥ്വിരാജ് ചൗഹാനെ തോപ്പിച്ചു. അതോടെ പൃഥ്വിരാജ് ചൗഹാൻ എന്തായി മാറി? ചൗഹാൻ വംശത്തിലെ അവസാന രാജാവായി മാറി. മുഹമ്മദ് ഓഫ് ഗോർ ഡൽഹിയിലെ അടുത്ത രാജാവായിട്ട് മാറി. ഈ മുഹമ്മദ് ഓഫ് ഗോറിൻ്റെ കയ്യാളായിരുന്നു, അല്ലെങ്കിൽ മുഹമ്മദ് ഓഫ് ഗോറിൻ്റെ സൈന്യാധിപനായിരുന്നു നമ്മുടെ കുത്ബുദ്ദീൻ ഐബക്ക്. പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ കുത്തബ് മീനാറൊക്കെ നിർമ്മിച്ച ആൾ തന്നെയാണ്. അപ്പോൾ കുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ മുഹമ്മദ് ഓഫ് ഗോറിൻ്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു. എന്താണ് കമാൻഡർ ഇൻ ചീഫ് എന്ന് പറഞ്ഞാൽ?
സൈന്യാധിപൻ, സൈന്യത്തെല്ലാം നോക്കുന്ന ആളായിരുന്നു ആൾ. അതായത് മുഹമ്മദ് ഓഫ് ഗോർ കഴിഞ്ഞാൽ ആ രാജ്യത്തെ ഏറ്റവും ശക്തനായ ആളാരാണ്? നമ്മുടെ ഖുത്ബുദ്ദീൻ ഐബക്കാണ്. ഇത് മുഹമ്മദ് ഓഫ് ഗോർ, അത് ഖുത്ബുദ്ദീൻ ഐബക്ക്. കണ്ടോ, അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്, അടുത്ത പുള്ളിയാണ്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് മുഹമ്മദ് ഓഫ് ഗോർ, ഈ ഖുത്ബുദ്ദീൻ ഐബക്ക് ആണെങ്കിൽ മുഹമ്മദ് ഓഫ് ഗോർ ഒന്ന് മരിച്ചു കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് മുഹമ്മദ് ഓഫ് ഗോർ മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഖുത്ബുദ്ദീൻ എസ്റ്റാബ്ലിഷ്ഡ് ഹിസ് റൂൾ ഇൻ CE 1206. മുഹമ്മദ് ഓഫ് ഗോർ മരിച്ചപ്പോൾ 1206 ആണ്ടിൽ നമ്മുടെ ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ത് ചെയ്യുന്നു? ഡൽഹി പിടിച്ചടക്കുന്നു. അതായത് മുഹമ്മദ് ഓഫ് ഗോർ ചൗഹാൻ വംശത്തിലെ അവസാനത്തെ രാജാവായ പൃഥ്വിരാജ് ചൗഹാനെ ഇന്ന് ഡൽഹി പിടിച്ചെടുത്തു. എന്നിട്ട് കുറേ കാലം ഭരിച്ചു. അവസാനം മുഹമ്മദ് ഓഫ് ഗോർ മരിച്ചപ്പോഴോ എന്ത് സംഭവിച്ചു? ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ത് ചെയ്തു? ഡൽഹിയിൽ അധികാരം സ്വീകരിച്ചു. അപ്പോൾ ആരൊക്കെ? കുറേ കാലം തൊമാ രാജാക്കന്മാർ ഭരിച്ചു. അതിനുശേഷം ചൗഹാൻ വംശത്തിലെ രാജാക്കന്മാർ ഭരിച്ചു. ചൗഹാൻ വംശത്തിലെ അവസാനത്തെ രാജാവ് പൃഥ്വിരാജ് ചൗഹാനെ തോപ്പിച്ചുകൊണ്ട് മുഹമ്മദ് ഓഫ് ഗോർ ഡൽഹി ഭരിച്ചു. അതിനുശേഷം മുഹമ്മദ് ഓഫ് ഗോർ മരിച്ചപ്പോൾ, തോപ്പിച്ചൊന്നുമില്ല, മുഹമ്മദ് ഓഫ് ഗോർ മരിച്ചപ്പോഴത്തേക്കും ഖുത്ബുദ്ദീൻ ഐബക്ക് ഡൽഹി ഭരിക്കാൻ തുടങ്ങി. അതിൽ ഡൽഹി ഭരിക്കാൻ തുടങ്ങിയ മാത്രമല്ല, പുതിയൊരു വംശവും അങ്ങ് രൂപീകരിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചൗഹാൻ വംശം, രാജ്പുട്ട് ഡൈനാസ്റ്റി, ചൗഹാൻ ഡൈനാസ്റ്റി എന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വംശം തന്നെ അങ്ങ് തുടങ്ങി. ആ വംശത്തിൻ്റെ പേരാണ് മാംലുക് ഡൈനാസ്റ്റി. അപ്പോൾ മാംലുക് ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്ത ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്കാണ്. മുഹമ്മദ് ഓഫ് ഗോർ എന്ന് പറയുന്നത് തന്നെ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ സൈന്യാധിപനായിരുന്ന ഖുത്ബുദ്ദീൻ ഐബക്ക് ഡൽഹി കീഴടക്കുകയും അല്ലെങ്കിൽ ഡൽഹിയിൽ അധികാരത്തിലേക്ക് വരികയും മാംലക് ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഡൈനാസ്റ്റി തുടങ്ങുകയും ചെയ്തു. മാംലക് ഡൈനാസ്റ്റി അറിയപ്പെടുന്ന മറ്റൊരു പേര് സ്ലേവ് ഡൈനാസ്റ്റി എന്നും കൂടെയാണ്. മലയാളത്തിൽ അടിമ വംശം. അപ്പോൾ അടിമ വംശം എന്ന് പറയുന്നൊരു വംശം തുടങ്ങിയതും ആരാണ്? നമ്മുടെ ഖുത്ബുദ്ദീൻ ഐബക്കാണ്. ഇനി അപ്പോൾ ആരുടെ ഭരണമായിരിക്കും? ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ ഭരണമായിരിക്കും. ഖുത്ബുദ്ദീൻ ഐബക്ക് ഭരിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്ത്യയിൽ സുൽത്താൻ കാലഘട്ടം ആരംഭിച്ചു. ഇന്ത്യയിൽ സുൽത്താനേറ്റ് പീരീഡ് ആരംഭിച്ചു. സുൽത്താനേറ്റ് പീരീഡ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കണ്ട. സുൽത്താനേറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ സുൽത്താൻമാർ ഭരിക്കുന്ന കാലഘട്ടം. അതായത് അവിടുത്തെ രാജാക്കന്മാരെല്ലാം വിളിക്കുന്ന എന്തായിരിക്കും? സുൽത്താൻ എന്നായിരിക്കും. ഓക്കെ, സുൽത്താൻ ആണെന്ന് രാജാവിനെ വിളിക്കുന്ന പേര്. സുൽത്താൻമാരായ രാജാക്കന്മാർ ഭരിച്ച കാലഘട്ടമാണ് സുൽത്താനേറ്റ് പീരീഡ്, സൽത്തനത്ത് കാലഘട്ടം എന്ന് വിളിക്കും. സുൽത്താനേറ്റ് പീരീഡിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത വീഡിയോ നോക്കാം.